ഏഴാമത്തേത് അദ്ദിക്റുൽ ഖഫിയ്യു അൻ ജമീഇൽ അദ്കാരി. സാധാരണയുള്ള ദിക്റുകളൊക്കെ ചൊല്ലി അതിൻ്റെ ഒരു അന്തസ്സാരത്തിലേക്ക് കിടക്കാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചുണ്ടിലും നാവിലും പറഞ്ഞവർ പതിയെ അതിങ്ങനെ ഹൽക്കിലേക്ക് ഇറങ്ങി, അവിടെ നിന്ന് അങ്ങനെ കൽബിലേക്ക് ഇറങ്ങിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അന്തസ്സാരം പൂർണ്ണമായി മനസ്സിലാക്കി അതിൽ വിലയിക്കുന്നൊരവസ്ഥ വരാനുണ്ട്. കൽബിൻ്റെ ദിക്ർ അതാണ്. ഓരോ സമയവും അവരുടെ മനസ്സ് ഇങ്ങനെ ദിക്റിൽ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും. അതായത് എൻ്റെ മഖ്ദൂം തങ്ങൾ അദ്കിയയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ അതിലെ ബൈത്തുദ്ധരിച്ചുകൊണ്ട് കൂടുതൽ സമയം എടുക്കുന്നില്ല. അവരുടെ തനഫുസ്, ശ്വാസവും ഉച്ഛ്വാസവും പോലും അല്ലാഹയായി മാറും. അവർ ശ്വാസം വിടുന്നതും നിശ്വാസം നടത്തുന്നതും അല്ലാഹ് എന്ന രീതിയിലേക്ക് മാറും. അവരുടെ ഖൽബിൽ എപ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ചിന്തയായി തീരും. ഇങ്ങനെ ആത്മീയതയുടെ മാർഗത്തിൽ അതിവിശുദ്ധരായി ജീവിക്കുന്നതാണ് തസവ്വുഫ്. എല്ലാവരും അതിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നിടത്ത് തെറ്റുവരും. സാധാരണക്കാരായ മനുഷ്യർക്ക് ആ ഒരു തലത്തിലേക്ക് എത്താൻ ഇത്തിരി പാടാണ്. കാരണം അവർക്ക് ദുന്യാവിൻ്റെ കാര്യം വളരെ ആവശ്യമാണ്. അവർക്ക് ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അവർക്ക് ജോലി ചെയ്യേണ്ടതുണ്ട്, കച്ചവടം നടത്തേണ്ടതുണ്ട്. ആ സമയത്തൊക്കെയും റബ്ബിനെ കുറിച്ചുള്ള ഫിക്റിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഭൗതികമായ ചിന്തകളിൽ അഭിരമിക്കാതിരിക്കുമ്പോൾ അവൻ ആത്മീയതയുടെ വഴിയിലേക്ക് എത്തിച്ചേരുന്നു. വിസ്തരിക്കേണ്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ.